കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിലെ കാലതാമസമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഒരു ചരിത്ര വിജയമാണ്. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF അക്ഷരാർത്ഥത്തിൽ കേരളം പിടിച്ചടക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇത്തവണ കാഴ്ചവെച്ചത്. 140 അംഗ നിയമസഭയിൽ 102 MLA-മാരുടെ പടുകൂറ്റൻ പിന്തുണയോടെ നീണ്ട ഒരു പതിറ്റാണ്ടിന് ശേഷം ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് UDF. പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. വിജയിച്ച് കയറി ഫലം വന്ന് ഇന്നേക്ക് 10 ദിവസമായിട്ടും ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഭരണം കിട്ടിയിട്ടും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ വൈകുന്നത് പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു അവമതിപ്പിന് കാരണമായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ ചൊല്ലി വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇതിനു കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട 3 കരുത്തരായ നേതാക്കൾ രംഗത്തുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലും ശരിക്കും ഒരു വിഷമവൃത്തത്തിൽ ആക്കിയിരിക്കുകയാണ് ഈ പോരാട്ടം. ആരെ തള്ളും ആരെ കൊള്ളും എന്ന അവസ്ഥ. 1. നിലവിലെ പ്രതിപക്ഷ നേതാവ്, സഭയിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച VD സതീശൻ. 2. മുൻ പ്രതിപക്ഷ നേതാവും പരിചയസമ്പന്നനുമായ രമേശ് ചെന്നിത്തല. 3. AICC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന KC വേണുഗോപാൽ. ഈ 3 പേരും മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും മുന്നിൽ തങ്ങളുടെ വാദമുഖങ്ങൾ ഇവർ ശക്തമായി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇവരുടെ അവകാശവാദങ്ങളെ നിരാകരിക്കുവാനോ തള്ളിക്കളയുവാനോ നേതൃത്വത്തിന് സാധിക്കുകയില്ല എന്നതും വസ്തുതയാണ്. VD സതീശന്റെ കാര്യം നോക്കാം. സതീശൻ തന്റെ പോയിന്റുകൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, സാധാരണക്കാർക്കിടയിൽ നിന്ന് തനിക്ക് കിട്ടുന്ന വലിയൊരു സ്വീകാര്യത അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കൂടാതെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF-ലെ ഘടകകക്ഷികൾക്കും സതീശനോട് ഒരു പ്രത്യേക താൽപര്യമുണ്ട്. ഈയൊരു പബ്ലിക് സപ്പോർട്ടും ലീഗിന്റെ പിന്തുണയും തന്നെയാണ് സതീശന്റെ പ്രധാന കൈമുതൽ. ഇനി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തേക്ക് വന്നാൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് തന്റെ സീനിയോറിറ്റിയാണ്. ഞാൻ എന്നും പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകനായിരുന്നു എന്ന വാദമാണ് അദ്ദേഹം ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. മാത്രമല്ല, തന്റെ സീനിയോറിറ്റി പരിഗണിച്ച് ഇതൊരു ലാസ്റ്റ് ചാൻസ് ആയി കണ്ട് തന്നെ പരിഗണിക്കണം എന്നൊരു വൈകാരികമായ അവകാശവാദം കൂടി ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ട്. മൂന്നാമത്തെയാൾ നമ്മുടെ KC വേണുഗോപാലാണ്. വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പരമ്പരാഗതമായ രീതിയിൽ, അതായത് പാർലമെന്ററി പാർട്ടിയിലെ അംഗബലത്തിന്റെ ആനുകൂല്യത്തിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഹൈക്കമാൻഡിൽ വലിയ സ്വാധീനമുള്ള നേതാവായതുകൊണ്ട് തന്നെ ഈ വാദത്തെ തള്ളിക്കളയാനാവില്ല. ഈ 3 പേരുടെയും അവകാശവാദങ്ങൾ വെറും വാശിയല്ല, മറിച്ച് യാഥാർത്ഥ്യമാണെന്ന് ഹൈക്കമാൻഡിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആരെയും പിണക്കാതെ ഒരു തീരുമാനമെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സമവായം ഉണ്ടാക്കാതെ ഏകപക്ഷീയമായി ഒരാളെ പ്രഖ്യാപിച്ചാൽ എന്ത് സംഭവിക്കും? അത് തുടങ്ങാൻ പോകുന്ന UDF ഭരണത്തിന്റെ ശോഭ തുടക്കത്തിലെ കെടുത്തിക്കളയുമെന്ന് ഹൈക്കമാൻഡ് ഭയക്കുന്നുണ്ട്. അങ്ങനെയൊരു കാര്യത്തിൽ ഡൽഹിയിലെ നേതൃത്വത്തിന് താൽപര്യമില്ല. ഈയൊരു വലിയ കടുപ്പമേറിയ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? അതിനായി ഹൈക്കമാൻഡ് ഇപ്പോൾ ആശ്രയിച്ചിരിക്കുന്നത് മറ്റാരെയുമല്ല, കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവും ഗാന്ധി കുടുംബത്തിന്റെ അതിവിശ്വസ്തനുമായ സാക്ഷാൽ AK ആന്റണിയെയാണ്. ആന്റണിയുടെ മധ്യസ്ഥതയിൽ ഈ വിഷമസന്ധിക്ക് ഒരു പരിഹാരം കാണാമെന്നാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ പലതവണ മുഖ്യമന്ത്രിയായും കേന്ദ്രത്തിൽ നിർണായകമായ മന്ത്രിസ്ഥാനങ്ങൾ വഹിച്ചും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ള അതികായനായ നേതാവാണ് AK ആന്റണി. പ്രത്യേകിച്ചും സോണിയാഗാന്ധി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നതിനു ശേഷം ഗാന്ധി കുടുംബത്തിന് കേരളത്തിൽ നിന്ന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും വിശ്വസ്തനായ നേതാവ് എന്ന പേരും അദ്ദേഹം നേടിയെടുത്തു. ഹൈക്കമാൻഡ് ഇത്രയും വലിയൊരു ഉദ്യമം ധൈര്യപൂർവ്വം അദ്ദേഹത്തെ ഏൽപ്പിച്ചതിന് പിന്നിൽ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. രാഷ്ട്രീയത്തിൽ അദ്ദേഹം എല്ലാ കാലത്തും പുലർത്തിപ്പോരുന്ന ആ ഒരു നിഷ്പക്ഷ മനോഭാവം. ആരോടും പക്ഷപാതമില്ലാതെ കാര്യങ്ങൾ കാണാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തന്നെയാണ് ഹൈക്കമാൻഡിന് ആന്റണിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന ലേറ്റസ്റ്റ് വാർത്തകൾ പ്രകാരം
കേരളത്തിലെ ഈ വിഷയത്തിൽ വിവിധ വശങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് ആന്റണി ഒരു പുതിയ ഫോർമുല ഹൈക്കമാൻഡിന് കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സത്യത്തിൽ ഈയൊരു റിപ്പോർട്ട് വന്നതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഒന്നടങ്കം ആകാംക്ഷയിലാണ്. ഇനി മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചു സമയം മാത്രമേ ഉള്ളൂവെന്ന് പറയേണ്ടി വരും. ആന്റണി തയ്യാറാക്കിയ ഈ ഫോർമുല എന്താണെന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDFിലെ മറ്റ് ഘടകകക്ഷികളെയും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെയും കൂടാതെ മുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദം ഉന്നയിച്ചിട്ടുള്ള ആ 3 പ്രമുഖ നേതാക്കളെയും ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക. അതിനുവേണ്ടി വരുന്ന സമയം മാത്രമാണ് ഇനി നമുക്ക് മുന്നിലുള്ളത്. നിലവിൽ പൊതുജനങ്ങൾക്കിടയിൽ VD സതീശന് അനുകൂലമായ ഒരു തരംഗം അഥവാ ഒരു മൊമെന്റം ഉണ്ടെന്ന കാര്യം AK ആന്റണി തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ അത്ര ലളിതമല്ല. KC വേണുഗോപാൽ VD സതീശനെ മറികടന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നാൽ അത് വലിയൊരു റിസ്ക് ആയിരിക്കുമെന്നാണ് ആന്റണിയുടെ നിരീക്ഷണം. KC വേണുഗോപാൽ നിലവിൽ ആലപ്പുഴ MP ആണ്. അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ വരുമ്പോൾ അവിടെ ഒരു ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവരും. അങ്ങനെയുണ്ടായാൽ ആലപ്പുഴയിൽ BJPക്ക് വലിയ വിജയസാധ്യതയുണ്ടെന്ന വസ്തുത ആന്റണി ഗൌരവമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചുരുക്കത്തിൽ അനാവശ്യമായ ഒരു ഉപതിരഞ്ഞെടുപ്പ് സാഹചര്യം ഒഴിവാക്കിയേ തീരൂ എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഇനി മറ്റൊരു കാര്യം, സതീശനെയും വേണുഗോപാലിനെയും മാറ്റി നിർത്തി രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നാലോ? അങ്ങനെ ചെയ്താൽ ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് അല്പം മങ്ങലേൽക്കുമോ എന്നൊരു ആശങ്കയും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എങ്കിലും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി KC വേണുഗോപാൽ തന്റെ അവകാശവാദങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയി എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം VD സതീശന്റെ കാര്യത്തിലും ചില തടസ്സങ്ങൾ ആന്റണി നിരത്തുന്നുണ്ട്. സതീശന് വേണ്ടി നടന്ന ആസൂത്രിതമായ PR ക്യാമ്പയിനുകൾ പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നൊരു അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. കൂടാതെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് അദാനിയുമായി നടത്തിയ ആ രഹസ്യ കൂടിക്കാഴ്ച സതീശന് വലിയൊരു തിരിച്ചടിയായേക്കാം. അതിന് അദ്ദേഹം വില നൽകേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധികൾ മറികടക്കാൻ പക്വമതിയായ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായി മുഖ്യമന്ത്രി പദവിയിലേക്ക് ആന്റണി നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്നാൽ സതീശനെ പിണക്കാനും അദ്ദേഹം തയ്യാറല്ല. ജനങ്ങളുടെ പ്രതീക്ഷ നിലനിർത്താൻ സതീശനോട് ക്യാബിനറ്റിന്റെ ഭാഗമാകാൻ അദ്ദേഹം നിർദ്ദേശിക്കും. സതീശൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ധനകാര്യം, തുറമുഖം, നിയമം എന്നീ പ്രധാന വകുപ്പുകൾ നൽകിക്കൊണ്ട് ചെന്നിത്തല മന്ത്രിസഭയിലെ ഏറ്റവും കരുത്തനായ സാന്നിധ്യമായി സതീശനെ മാറ്റാനാണ് നീക്കം. ഇനി KC വേണുഗോപാലിന്റെ കാര്യം. അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനായി ആഭ്യന്തരം, റവന്യൂ തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ വേണുഗോപാൽ നിർദ്ദേശിക്കുന്നവർക്ക് നൽകണമെന്നതാണ് ഈ പുതിയ ഫോർമുല. ചുരുക്കത്തിൽ എല്ലാവരെയും കൂടെ നിർത്തുന്ന ഒരു മാസ്റ്റർ പ്ലാനാണ് AK ആന്റണി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ആ പ്രഖ്യാപനം എന്നുവരും? മെയ് 13 ബുധനാഴ്ച വൈകുന്നേരത്തോടെയോ അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപോ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്ന കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനമുണ്ടാകും. KPCC ഓഫീസിൽ വെച്ച് AICC പ്രതിനിധിയോ അതല്ലെങ്കിൽ സാക്ഷാൽ മല്ലികാർജുൻ ഖാർഗെ നേരിട്ടെത്തിയോ ആയിരിക്കും ഈ വമ്പൻ പ്രഖ്യാപനം നടത്തുക. ഈ മാസ്റ്റർ ഫോർമുല ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ പ്രഖ്യാപനമുണ്ടാകും. തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഒരു പുതിയ ഭരണകൂടം അധികാരമേൽക്കുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ UDFന് സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.